എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോനെ പറഞ്ഞോളെ അതിലേക്ക് കുത്തിയിട്ട് എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. അനുരാജ് പറഞ്ഞതുപോലെ ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാളും ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതിൽ അഭിനയിച്ചിട്ട് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയും കുറേ പറയാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രൊമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ഈ 23-ാം തീയതി മെയ് 23-ാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ആ സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. ഞങ്ങളെല്ലാവരും നെരുകെട്ട സിനിമ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ സിനിമയൊക്കെ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഫിക്ഷണൽ തന്നെയാണ്. ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ. അത് ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെ, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റി, സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പുട്ടിൻ ചെയ്തിട്ടുള്ള എഫേർട്ട്, അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക. അത് എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വിഷയമല്ല, ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽം മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്ര പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. പല കഥാപാത്രങ്ങളും നമ്മളത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചരണ കൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സിനിമാറ്റിക് ലിബർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ചോദിക്കാൻ കാരണം അനിമേറ്റ് എന്ന ഫോണ്ട് തന്നെ നോക്കുമ്പോൾ ആ ഫോണ്ടിൽ തന്നെ ഏകദേശം ആ ഇൻസിഡന്റ് ആണ് നമുക്ക് എനിക്ക് മനസ്സിലായി. ആ പോസ്റ്റർ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൈൻഡ് വരുന്ന ഒരൊറ്റ ഇതാണ്. ഞങ്ങളിത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഉറപ്പിച്ചിട്ട് ശ്രദ്ധിക്കും. തീർച്ചയായും ഞങ്ങളത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കും. പക്ഷെ അതേസമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ്. നമ്മൾ കാണുന്ന സിനിമകളെല്ലാം, നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാകുന്നത്. അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയിൽ പറയുന്ന വിഷയം നിങ്ങൾ വിട്ടേക്കും. ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മേന്മ. ഇപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാരെ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട്. ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഒരുപാട് പേര്, ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ഒരു ഇതല്ല നമ്മൾ കേട്ടത്, കഥ എനിക്ക് അറിയില്ല എന്ന് പറയണം. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡന്റിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ, ഇപ്പം നടന്റെ അടുത്തും സംവിധായകൻ രണ്ടുപേർക്കും പറയാം, നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അത് തടയാൻ, പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക്
മെലങ്ങാടിയാവാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അതിനെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ, ഇത് അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേർക്കും പറയാം. ഇപ്പൊ നടൻ എന്നുള്ള രീതിയിൽ ടോയ്ക്ക് പിന്മാറണം അങ്ങനെ നമ്മളെന്ന് ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ നമ്മള് ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ നീതിയില്ലായ്മ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ, അതിലിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവരെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം. ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം, ഇതൊക്കെയാണ് ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അതുപോലും ആപേക്ഷികമായിരിക്കും. ഇപ്പൊ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം. കാര്യം ഇയാളെന്നോട് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് നല്ലതായിട്ട് ചീത്തയായിട്ടൊക്കെ തോന്നാവുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്കാരെ പുകഴ്ത്തുക എന്നോ ഇകഴ്ത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ്. മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം, ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയാ അവകാശങ്ങളുള്ള ആളുകൾ, അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും. അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അവരങ്ങനെ ചിന്തിച്ചാൽ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെ എല്ലാവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ്, അവർക്ക് ആവശ്യമുള്ളതും അവരർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുപലക വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിന്റെ കഥ വായിച്ച സമയം മുതലേ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റു സിനിമകൾ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയം വരെയും ഈ സിനിമയെ പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല, സംസാരിക്കാതിരുന്നിട്ടില്ല. അതുവരെയും എപ്പോഴൊക്കെ ഞാനും അനുരാജും സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആ സീനില്ലേ ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്കഷൻസിലൊക്കെ ഇതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ സമയത്ത് വയനാടായിരുന്നു ഷൂട്ട്. ഞാൻ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഷൂട്ട്, പിന്നെ എൻ്റെ അവിടുത്തെ വയനാട്ടിലെ ചെറിയ മലയേറ്റവും അവിടുത്തെ സുഹൃത്തുക്കളായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത്
നല്ല ഏകാഗ്രതയും ഒക്കെ ആയിരിക്കും. സമയത്തിന് ഉറങ്ങുന്നു, സമയത്തിന് എഴുന്നേൽക്കുന്നു, മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. നമ്മൾ ഇതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിന്റെ ഷൂസിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഒരു ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മള് ഒരു ടൊവിനോ തോമസ് ആയിട്ട് നിന്നിട്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രമായിട്ട് ആ കഥാപാത്രത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചിന്തകളിൽ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശരിക്കും സിനിമകൾ ഇപ്പൊ നമുക്കൊരു മുന്നോട്ട് വെക്കാനായിട്ട് ഒരു മടിയാണോ, അതോ അതിന്റെ നിയമം സംരക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ആസ് എ ആർട്ടിസ്റ്റ്? അത് തോന്നുന്നു അല്ല, എന്തോ അങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നോ? പിന്നെ നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരും വരകളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച, ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യാറില്ല. സിനിമയിൽ വരുമ്പോ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. കലാകാരന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ പക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയും അല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങള് തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിലുള്ള സിനിമയെ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിന്റ് ഏതെങ്കിലും വിരൽ ചൂണ്ടുകയാണെങ്കിൽ ആ വിരൽ എൻ്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രം നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ ഒരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കൺവേ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിന് വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോനെ പറയാനുള്ള അതിലേക്ക് കുത്തിയിട്ട് എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളി വരുമ്പോൾ പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതമെന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷെ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണ്ട പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടൊവിനോയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇതല്ലേ ടൊവിനോയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടൊവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കണത് ഭയങ്കര മോശമാണ്.